ഒരു മാസത്തിന് ശേഷം ഞാൻ ജിമ്മിൽ പോകാനായിട്ട് പോകണേണ് കേട്ടോ. നാട്ടിൽ വന്നപ്പോഴത്തേക്കും മര്യാദക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒബ്രോൻ്റെ ഉള്ളിൽ പുതിയ ജിമ്മ് തുടങ്ങിയിട്ടില്ലേ, ഞാൻ അവിടെ ആയിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. പക്ഷെ അതെനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര ലോ ക്വാളിറ്റി പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ നാട്ടിലായിരുന്നപ്പോഴേ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത് വെച്ചത് നേതാജി എന്ന് പറഞ്ഞ ജിമ്മിലായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ 10 പഠിച്ചുകൊണ്ടിരുന്ന വെച്ചപ്പോഴാണ് കേട്ടോ ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ടേ ഞാൻ ആശാൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ, എനിക്ക് ഭയങ്കര മസിലൊന്നും വേണ്ട, പക്ഷെ നമ്മുടെ ഫോറമൊക്കെ ഇല്ലേ നല്ല അടിപൊളിയായിട്ടിരിക്കണം, പിന്നെ സ്കൂളിൽ പഠിക്കണല്ലേ അപ്പോൾ 2 പേരെങ്കിലും ഒന്ന് നോക്കണം എന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആശാൻ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്നറിയോ, ഒരു മാസം റെഗുലറായി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടാ. 500 രൂപ കൊടുത്തിട്ട് ഞാൻ ഒരാഴ്ച പോയി, പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല കേട്ടോ. എനിക്ക് ആ സമയത്ത് കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ടാ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് എക്സസൈസ് ചെയ്യാനായിട്ടാ, ഇതൊന്നും അറിഞ്ഞൂടായിരുന്നു. ചുമ്മാ ഒന്ന് 2 കാണിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോകും. ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നേ പിന്നെ കേട്ടോ ഞാൻ മര്യാദക്ക് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ടും പുഷ് പുൾ എക്സസൈസും ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പണ്ട് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ എന്താണെന്നറിയോ, ബ്രോ സ്പ്ലിറ്റ് എന്ന് പറയും. ഒരു മാസം കഴിഞ്ഞിട്ട് പോയത് കാരണം ഞാൻ വലുതായിട്ടൊന്നും ചെയ്തില്ല കേട്ടോ. ഹോൾ ബോഡി എക്സസൈസ് മാത്രം ചെയ്തുള്ളൂ, അത് 2 സെറ്റൊക്കെ വെച്ചിട്ടാ. അങ്ങനെ വീട്ടിൽ വന്ന് കുളിച്ച് പോസ്റ്റ് വർക്കൗട്ട് മീലും കഴിച്ച് ഞാൻ നേരെ കിടന്ന് ഉറങ്ങാൻ പോകണേണ്ട. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.